السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، عن أبي بكر رضي الله عنه قال قال رسول الله صلى الله عليه وسلم: كل الذنوب يغفر الله منها ما شاء إلا عقوق الوالدين فإنه يعجل لصاحبه في الحياة قبل الممات. റവാഹുൽ ബൈഹഖി. പ്രിയപ്പെട്ട റിയാദുസ് സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, പലരുടെയും ബിസിനസ്സും ജോലിയും തകർന്ന് തരിപ്പണമായി നാട്ടിലേക്ക് വന്നണയുകയാണ്. അല്ലെങ്കിൽ നാട്ടിൽ തന്നെ എല്ലാം നഷ്ടപ്പെടുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നവരിൽ നിന്ന് ഹദീസ് നിവേദനം. അദ്ദേഹം പറയുന്നു: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ട്: കുല്ലു ദുനൂബി യഗ്ഫിറുല്ലാഹു മിൻഹാ മാ ശാഅ. അള്ളാഹു ഒരു മനുഷ്യനെ അവൻ്റെ മുഴുവൻ പാപങ്ങളും റഹ്മാനായ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. അവൻ ഉദ്ദേശിച്ചാൽ എല്ലാ പാപങ്ങളും, എന്ത് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു അവനിക്ക് മാപ്പാക്കി കൊടുക്കും. പക്ഷേ മുത്തുനബി തങ്ങൾ അടിവരയിട്ടുകൊണ്ട് പറയുന്ന ഒരു സംഗതി ശ്രദ്ധിക്കുക: ഇല്ല ഉഖൂഖൽ വാലിദൈൻ. മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചാൽ, അവരെ അത് മാത്രം അല്ലാഹു തആല അവനിക്ക് പുറത്തു കൊടുക്കുകയില്ല. ഫഇന്നഹു യുഅജ്ജിലു ലിസ്വാഹിബിഹി ഫിൽ ഹയാത്തി. ദുന്യവിയായ ജീവിതത്തിൽ തന്നെ മാതാപിതാക്കളെ ആക്രമിച്ചവനിക്ക്, അവരെ ബുദ്ധിമുട്ടിച്ചവനിക്ക്, അവരെ വേദനിപ്പിച്ചവർക്ക് ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു അവനിക്ക് ശിക്ഷ വളരെ പെട്ടെന്ന് നൽകും. ഖബലൽ മമാത്ത്. മരിക്കുന്നതിൻ്റെ മുമ്പ് ദുനിയാവിൽ ആ ശിക്ഷ അവൻ അനുഭവിച്ചിട്ടല്ലാതെ അവൻ മരിക്കുകയില്ല. ആഖിറത്തിൽ വേറെയും ശിക്ഷകൾ ഉണ്ട്. ദുനിയാവിൽ നിന്ന് കിട്ടുന്ന ശിക്ഷ വേറെ. അതിൽപ്പെട്ടതാണ് നമ്മുടെ ജോലി തകർന്നു പോകും, ബിസിനസ് തകർന്നു പോകും. അങ്ങനെ പല രോഗങ്ങളും വരും, പല പ്രശ്നങ്ങളും വരും, പല പ്രതിസന്ധികളും വരും. അങ്ങനെ പറയാൻ പറ്റാത്ത ഒരുപാട് പ്രയാസത്തിലും പ്രശ്നത്തിലുമായി അവൻ നിലകൊണ്ടിരിക്കും. അവൻ മാതാപിതാക്കളെ ആക്രമിച്ചവനാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്തവനാണെങ്കിൽ അല്ലാഹു തആല അവനിക്ക് നൽകുന്ന ശിക്ഷയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവനിക്ക് വല്ല അപകടം സംഭവിച്ചാൽ, അല്ലെങ്കിൽ ബിസിനസ് തകർന്നാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് മാതാപിതാക്കളെ മാത്രം ആക്രമിച്ചത് കൊണ്ടാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ഖലാഉം അങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇത് മാത്രം നിങ്ങൾ വിചാരിച്ചു പോകരുത്. അങ്ങനെ ചിലപ്പോൾ സംഭവിക്കും, ചിലപ്പോൾ സംഭവിക്കൂല. അല്ലാഹു തആല അവൻ കണക്കാക്കിയതൊക്കെ അവനിക്ക് നൽകും. പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മാതാപിതാക്കളെ ഉപദ്രവിക്കലോടുകൂടെ അവരെ വേദനിപ്പിച്ചാൽ, അവർ മനസ്സറിഞ്ഞ് എന്തെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ ഇത് അവനിക്ക് വളരെ പെട്ടെന്ന് ലഭിക്കും. ഒരുപക്ഷെ അവൻ്റെ ബിസിനസ് തകരലായിരിക്കും, ഒരുപക്ഷെ അവൻ്റെ ജോലി നഷ്ടപ്പെടലായിരിക്കും, ചിലപ്പോൾ അവന് മാരകമായ രോഗം വരലായിരിക്കും. അങ്ങനെ പലതും അവനിക്ക് സംഭവിക്കാൻ ഇടയുള്ളത് കൊണ്ട് ഈ വക കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു പൊറുക്കാത്ത ഒരു കുറ്റമാണ് എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ പോയി അവരുടെ കാൽക്കൽ വീണ് പൊരുത്തം വാങ്ങി സ്വർഗം സമ്പാദിക്കണേ മുഅ്മിനീങ്ങളെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, അവരെ ആദരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അവർക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.